ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 2025 PSC എക്സാമുകൾക്ക് പ്രതീക്ഷിക്കുന്ന 2024 കേരള ഫാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്ന നഗരം ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്ന നഗരം തിരുവനന്തപുരം. 2024 വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം ഏത്? കുടുംബശ്രീയാണ്. നല്ലൊരു ചോദ്യമാണ്. 2024 വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ. 2023 കേന്ദ്ര മലിനീകരണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദിയാണ് കല്ലായിപ്പുഴ. കല്ലായിപ്പുഴയാണ് 2023 കേന്ദ്ര മലിനീകരണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. മാനന്തവാടി മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെത്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. 18ാമത് ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്നും 2 സഹമന്ത്രിമാരുണ്ട് അല്ലേ? 18ാമത് ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്ന് 2 സഹമന്ത്രിമാർ. ആരൊക്കെ? സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കൂടി നമ്മൾ പഠിച്ചിരിക്കണം. സുരേഷ് ഗോപിയുടെ വകുപ്പ് ഏതൊക്കെയാണ്? സഹമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. അതായത് പെട്രോൾ അടിച്ച് സുരേഷ് ഗോപി എന്ത് ചെയ്തു? പ്രകൃതിയിലേക്ക് ടൂറ് പോയി എന്ന രീതിയിൽ ഓർക്കാം. സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. ജോർജ് കുര്യൻ്റെ ആണെങ്കിലോ ക്ഷീരം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ന്യൂനപക്ഷം. ക്ഷീരം, പാല് കുടിച്ച് മത്സ്യവും കഴിച്ച് മൃഗങ്ങളെയൊക്കെ സംരക്ഷിച്ച് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ന്യൂനം എന്ന് പറയുമ്പോൾ ചെറുത് എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ജോർജ് കുര്യൻ ചെയ്യുന്നത്. പാല് കുടിക്കും, മത്സ്യം കഴിക്കും, മൃഗങ്ങളെയൊക്കെ സംരക്ഷിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ജോർജ് കുര്യൻ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്കിത് ഓർത്തിരിക്കാം. ഇത് ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 18ാമത് ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്നും വന്നിട്ടുള്ള 2 സഹമന്ത്രിമാരാരൊക്കെ? സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ്. അവരുടെ വകുപ്പുകൾ കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം കഴിഞ്ഞ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം ഏതാണ്? കോഴിക്കോടാണ്. ലോകത്തിലെ 54ാമത്തെ സാഹിത്യ നഗരമാണ് കോഴിക്കോട്. ഈ കോഴിക്കോട് സാഹിത്യ നഗര ദിനം ജൂൺ 23, അതായത് 2024 ജൂൺ 23 MP രാജേഷാണ് കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ജൂൺ 23 കോഴിക്കോട് സാഹിത്യ നഗര ദിനമായിട്ട് ആചരിക്കുന്നു. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. ഇന്ത്യയിലെ തന്നെ ആദ്യ യുനെസ്കോ സാഹിത്യ നഗരമാണ് കോഴിക്കോട്. അടുത്ത ചോദ്യം, മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ സൂ സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ സൂ സഫാരി പാർക്ക് നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് തയ്യാറാക്കിയ ജില്ല ഏതാണ്? വയനാടാണ്. രാജ്യത്തെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് തയ്യാറാക്കിയ ജില്ല വയനാട്. ഓപ്പറേഷൻ ഥാർ എന്താണ്? ഓപ്പറേഷൻ ഥാർ രൂപമാറ്റം വരുത്തി നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഓപ്പറേഷനാണ്. രൂപമാറ്റം വരുത്തി നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഓപ്പറേഷൻ ഥാർ. 10th മെയിൻസ് എക്സാമിനെല്ലാം കറണ്ട് അഫയേഴ്സിൻ്റെ മാർക്സ് നമുക്കറിയാം 20 മാർക്കാണ്. നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് കറണ്ട് അഫയേഴ്സ്. വരുന്ന വീഡിയോകളിൽ നമുക്ക് വീണ്ടും കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. കേരള ഫാക്സ് ആണ് 2024 കേരള ഫാക്സ് ആണ് നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.